ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടിയിട്ട് രാവിലെ 2:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ കോച്ച് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ റൈറ്റ് നൗ പോർട്സ്മൗത്തിലാണുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് ലണ്ടനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടൈമിങ് ജസ്റ്റ് ഒന്ന് പാളി പോയിട്ടുണ്ട്. നമുക്ക് കോച്ച് മിസ്സായി. ഞങ്ങൾ വിചാരിച്ചത് 3:20 ബസ് ഉണ്ടായിരുന്നത്. നമ്മൾ 3:25 ആയി കോച്ച് സ്റ്റേഷനിലെത്തി. ഇപ്പം 3:35 ബസ് എന്നാണ്. നമുക്ക് കോച്ച് മിസ്സായിരിക്കണം ഗൈസ്. ഞാൻ പതിവില്ലാതെ ഇന്ന് ഭയങ്കര ജോലിയായിട്ട് യൂണിവേഴ്സിറ്റി പോകാമെന്നൊക്കെ വിചാരിച്ച ഇത് ഞാൻ ഓർത്താണ് എന്തെങ്കിലും ഒരു പണി കിട്ടും എന്ന്. ലാസ്റ്റ് അത് കോച്ച് മിസ്സായി പോകാതിരിക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. പക്ഷെ ഓക്കെ, നമ്മളതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്തു. രാവിലെ തന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തു. വെറുപ്പിക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളൊക്കെ തിരിച്ച് നടക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നല്ല തണുപ്പാണ് ഇവിടെ, നടക്കാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ നമ്മൾ റെഗുലർ ബസ്സിന് കയറി നമ്മുടെ വീട്ടിൽ പോവാണ്. അതിനിടയിലാണ് നമ്മളിപ്പോൾ വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിലാണ് ഞാനിപ്പം. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. രാവിലത്തെ ബസ്സായതുകൊണ്ട് തന്നെ വേറെ ആർക്കും വേറെ അബദ്ധങ്ങൾ പറ്റാത്തത് കൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ബസ്സിൻ്റെ അകത്ത്. സോ നല്ല ആശ്വാസത്തിലിരുന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ പോർട്സ്മൗത്ത് സിറ്റി സെൻറ്ററിലൂടെയാണ് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തെ കാര്യങ്ങൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റില്ല, വളരെ നേരത്തെയാണ് നമ്മളിപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 5 അല്ല 4:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ട് നമ്മൾ ഒരു കുറച്ച് കഴിയുമ്പം നമ്മൾ നമ്മൾ നിങ്ങളെ കൊണ്ടുപോയി നമ്മുടെ പോർട്സ്മൗത്ത് സിറ്റി സെൻറ്ററൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ. നമ്മൾ വീടെത്താറായി. ഇനി കുറച്ച് നേരം കൂടെ നടക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ നിയർലി എത്തും. നല്ല തണുപ്പാണ്. ഞാൻ ജാക്കറ്റ് ഇടാത്തത് മൈൻഡ് ചെയ്യേണ്ട, എൻ്റെ കയ്യിലുണ്ട്. ഇടാൻ മടിയായതുകൊണ്ടാണ്. കാരണം നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 7 മിനിറ്റ്സ് നിയർലി ഒരു 7 മിനിറ്റ്സ് വാക്ക് ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ നല്ല തണുക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. ജാക്കറ്റ് ഇടാനുള്ള മടി കാരണം നമ്മളിപ്പോൾ ചെല്ലും. ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊന്നും ഇടാത്തത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോർട്സ്മൗത്ത് ടൗൺ സെൻറ്റർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇപ്പോൾ നിയർലി ഈവനിങ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ തിരക്കത്തിൽ ഒന്ന് കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ക്രൗഡൊക്കെ കുറയും. കാരണം ടൗൺ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലീവുള്ള എല്ലാവരും തന്നെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വരുന്നതാണ് അവിടെ. നിങ്ങൾക്ക് മനസ്സിലാവും, ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിറച്ച് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുകൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അറിയില്ല എങ്ങനെയാണെന്ന്. ഇന്നിപ്പം ഓൾമോസ്റ്റ് ഇവിടെ 4 കഴിഞ്ഞിട്ടുണ്ട്. സൺലൈറ്റൊക്കെ പയ്യെ പോയി തുടങ്ങി. കാരണം ഇവിടെ ഈ ഒരു ടൈമിൽ നല്ലതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് ഇരുട്ട് ആവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈം സോൺ മാറിയ ഒരു ടൈമാണ്. ഇപ്പം നേരത്തെ രാത്രിയാവും നേരത്തെ. അതുകൊണ്ട് നമുക്ക് ലൈറ്റൊക്കെ പോവും. സോ നമുക്ക് ഇനി ടൗൺ സെൻറ്ററിൽ വെച്ച് കാണാം. ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട് ഈവനിങ് ടൈം ആണെങ്കിലും. കാരണം ഓഫീസൊക്കെ കഴിഞ്ഞിട്ടും ആളുകൾ എത്തുന്ന ടൈമൊക്കെയാണ്. സോ ട്രാഫിക്കൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഒരുപാട് തിരക്കില്ല. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാൻ നാട്ടിൽ ഇടുക്കി ആണ് എൻ്റെ സ്ഥലം. ഞാനിവിടെ പോർട്സ്മൗത്തിൽ വന്നിട്ട് ഇപ്പോൾ നിയർലി 2.5 ഇയേഴ്സ് കഴിയുന്നു. ഞാൻ സ്റ്റുഡൻ്റാണ് UK.
എൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് ലണ്ടൻ ആണ്. ബട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഔട്ടർ ലണ്ടൻ ആണ്. പോർട്സ്മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഔട്ടർ ലണ്ടൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ലണ്ടൻ വരുമ്പം നല്ല എക്സ്പെൻസ് ആണ് വരുന്നത്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റുഡൻറ് പീരീഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ക്രൂഷ്യൽ ടൈമാണ്. ഈവൻ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർ ലണ്ടനിലോട്ടൊക്കെ മൂവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും സേവ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് അല്ലെങ്കിൽ തന്നെ മാനേജ് ചെയ്യാൻ നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആസ് എ സ്റ്റുഡൻറ്. എല്ലാവർക്കും അറിയാതെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ടർ ലണ്ടൻ നല്ലൊരു ചോയ്സ് ആണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ വന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ്, ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്ക് ക്ലാസ് വന്നിരുന്നത് ഓൾമോസ്റ്റ് വീക്ക്ലി 2 days ഒക്കെ ആയിരുന്നു നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നതും ഇവിടുന്ന് പോയി വരുന്നതൊക്കെ ആയിരുന്നു. നമ്മൾ യൂഷ്വലി പോയി വരുന്നത് കോച്ച് എടുത്തിട്ടാണ്. നാഷണൽ എക്സ്പ്രസിന്റെ ലണ്ടൻ വിക്ടോറിയ വരെ കോച്ച് ഉണ്ടാവും. അവിടുന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റെഡ് ബസ് ഉണ്ട് ലണ്ടനിൽ. സോ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രെയിൻസ് ഉണ്ട്, ഡയറക്റ്റ് ട്രെയിൻസ് ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഏതാണോ അഫോർഡബിൾ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ പോർട്സ്മൗത്തിലെ വൺ ഓഫ് ദി ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നല്ല യൂണിവേഴ്സിറ്റിയാണ്, അത്യാവശ്യം നല്ലൊരു റിവ്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളുണ്ട്. എൻജിനീയറിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്തവരും പിന്നെ മാസ്റ്റേഴ്സ് ചെയ്തവരും ഒക്കെ ഒരുപാട് പേര് പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ട്. നല്ല യൂണിവേഴ്സിറ്റിയാണ്. പേഴ്സണലി എനിക്കും ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ അവരുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാംസിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയാണ്. സോ നമുക്കറിയാം ഒരുപാട് പേര് ഇപ്പം തന്നെ UK മാസ്റ്റേഴ്സ് കോഴ്സൊക്കെ നോക്കി വരുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത്. കാരണം വേറൊന്നുമല്ല, നല്ലൊരു എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 year കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പേര് നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കുന്നവരാണ്. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്താണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കമ്പയർഡ് ടു ഓൾ ദാറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം നമ്മൾ ടൗൺ സെൻറ്ററിൻ്റെ അടുത്ത് വന്നു. നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടിയിലാണ്. നമുക്കിവിടെ 2 hours, എനിക്ക് 2 hours ആണെന്ന് തോന്നുന്നു. പാർക്കിങ് ഫ്രീ ആണ്. ഫ്രീ ഉള്ളിടത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് നോക്കിയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് ഫിൽഡാണ്. ഇവിടെ ടൗൺ സെൻറ്ററിൻ്റെ അടുത്തൊരു പാർക്കിങ് കിട്ടി നമുക്ക്. സോ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ജാക്കറ്റ് ഇടണം. ജാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ നല്ലോണം തണുക്കും നമുക്ക്. ഇതിവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. നമുക്ക് ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് പാർക്കിങ്സ് ഒക്കെ അവൈലബിൾ ആവുന്നത്. ഇവിടെ 2 hours നമുക്ക് ഫ്രീ പാർക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് 2 hours കഴിയുമ്പം നമ്മൾ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യണം. സോ അതിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ടൗൺ സെൻറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കൊന്നുമില്ല. ഓൾമോസ്റ്റ് ആളുകളെല്ലാം പോകുന്ന സമയമായിട്ടുണ്ട്. കാരണം നൈറ്റ് ടൈം 6 നമ്മൾ ആ സമയം നോക്കി വന്നതുകൊണ്ട് തിരക്കുകളൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരുപാട് ഷോപ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ JD, പിന്നെ എന്താണ്, അതുപോലെ ഒരുപാട് ഷോപ്സ്. പ്രൈമാർക്ക് ഇവിടെയാണ് വരുന്നത്. പ്രൈമാർക്ക് ഉണ്ട്, H&M ഷോപ്സ് ഉണ്ട് ഇവിടെ. സോ നമ്മൾ JDയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് JDയുടെ ഷോപ്പ് വരുന്നത്.
ജെ ഡിയിലൊക്കെ നമുക്ക് നല്ല സ്റ്റുഡൻറ്റ് ഓഫേഴ്സൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് സ്റ്റുഡൻറ്റ് ID നമ്മുടെ കാണിക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് ടൈമിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ തരും. നല്ലൊരു കാര്യമാണത്. പിന്നെ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് H&Mൻ്റെ അടുത്തേക്കാണ്. ഇവിടെ H&Mൻ്റെ ഒരു ഷോപ്പാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ. നമ്മുടെ മെയിനൊരു ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പ്രൈമാർക്ക് എന്ന് പറയും. നമുക്ക് UK-ൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സും എല്ലാ കാര്യങ്ങളും, ഡ്രസ്സുണ്ട്, ഷൂസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങുന്നത് പ്രൈമാർക്കിൽ നിന്നാണ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രൈമാർക്കിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഒരു ഭീകര ജീവനെ പോലെയാണ് എല്ലാവരും നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ. സോ ഭയങ്കര ഒരു ചമ്മലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ലേഡീസ് വിയേഴ്സിൻ്റെ അവിടെയാണ്. നല്ല ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഇങ്ങോട്ട് കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. Photo. Don't forget the way you look me in the eyes, and I keep you in my heart. In my heart is where you are. I still think of you. I want you come. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമാർക്കിലെ നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഫേസ് സ്കിൻ കെയർ പ്രോഡക്റ്റ്, നെയിൽ കെയർ, അതൊക്കെയാണ്. നമ്മൾ എക്സ്റ്റൻഷനൊക്കെ നെയിലിന് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇത് അതുപോലെ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. Remember when we were staring photo. Don't forget the way you look me in the eyes, and I keep you in my heart. In my heart is where you are. I still think of you. I want you come. Call me when you want, baby, can't take it on my heart. Yeah, yeah, give me your love. Yeah, yeah. Call me when you want, baby, can't take it on my heart. Yeah, yeah, give me your love. Yeah, yeah, നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ലേഡീസ് കളക്ഷൻസ് ആയിരുന്നു. ഇതുപോലെ തന്നെ നമുക്കിവിടെ മെൻസ് കളക്ഷൻസും ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എനിക്ക് വീഡിയോ എടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അവന് ഒട്ടും താല്പര്യമില്ല വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ കാണിക്കാത്തത്. വളരെ എന്നോട് ആദ്യമേ പറഞ്ഞു എന്നെ കാണിക്കരുത് എന്നുള്ളത്. പാവൻകുട്ടി, എന്നെപ്പറ്റി ധൈര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ എല്ലാ സാധനങ്ങളും കിട്ടും.
ഈവൻ നമുക്ക് ക്യാൻഡിൽസ് കിട്ടും, റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ക്യാൻഡിൽസ് കിട്ടും. പെർഫ്യൂംസ് ഉണ്ട്, ലേഡീസ് ആൻഡ് മെൻസ് പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. അഫോർഡബിൾ റേഞ്ചിലുള്ള പെർഫ്യൂംസാണ് ഇവിടെ ഉള്ളത്. സോ നമ്മൾ മെൻസിൻ്റെ കളക്ഷൻസിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്കിൽ കാണുന്നതൊക്കെ മെൻസിനുള്ളതാണ്. അപ്പം നമ്മളിനി പുറത്തേക്ക് പോവാണ്. ഓൾമോസ്റ്റ് സമയം ഒരുപാടായി. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. നമ്മൾ വന്നിട്ട് കുറേ സമയമായി. ഓൾമോസ്റ്റ് കുറച്ച് പ്രൈമാർക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തു. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം മൊത്തം കാണിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ പോലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റി. നമ്മളപ്പം ഇവിടുന്ന് പുറത്തേക്ക് പോവാണ്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചിറങ്ങുന്നത്, എൻ്റെ ബാക്ക് വഴിയാണ് തിരിച്ചിറങ്ങുന്നത്. ഇവിടെ നിറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് പുറത്തേക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ കയറിയ സമയത്ത് നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഇവിടെ ഒരു 5:30 നിയർലി 6 o'clock ആയതേ ഉള്ളൂ. ആ സമയത്തേക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ലൈറ്റുകളെല്ലാം പോകും. കാരണം നേരത്തെ നൈറ്റ് ആവുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ വിൻ്റർ ടൈമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ. സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ ലൈറ്റ്സ് ഒരു 9:30 നൈറ്റ് ടൈം വരെയൊക്കെ ലൈറ്റ് ഉണ്ടാവും. വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫുഡ് ട്രക്സും കുറച്ചും കൂടെ ആളുകളൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്. വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ്, പിന്നെ പോരാഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. സോ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ സിറ്റി സെൻറ്ററും എന്നെയും എൻ്റെ കൂടെയുള്ള ജേണിയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇഷ്ടപ്പെടാൻ എന്ന വിശ്വാസത്തോടെ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് UK സ്റ്റുഡൻറ്റ് ലൈഫിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കാം, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പോർട്സ്മൗത്തിലേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. നല്ല സ്ഥലമാണ്. വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ UK ആണ്. അഫോർഡബിളാണ്. സോ എല്ലാവരും വരണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഉണ്ടാവും ഈ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു മുന്നോട്ട്. എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എനിക്കത് പറഞ്ഞൊക്കെ തരണം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നമ്മൾ ഉറപ്പായിട്ടും കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെയുള്ള ജേർണി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന്
ജസ്റ്റ് പ്രസ് ചെയ്യുക. ബിക്കോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെക്കും ബൈ ബൈ.